ഹായ് ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ലേക്കാണ്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ലേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ നല്ലൊരു വ്യൂ ആയിരുന്നു കാണാനായിട്ട്, അത് കാരണം ഞാൻ അതങ്ങ് വീഡിയോ എടുത്തു. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ അടുത്തുള്ളൊരു പാർക്കാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്നത് അമ്പത്തൂർ അയപ്പാക്കം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അയപ്പാക്കത്ത് വലിയൊരു പാർക്കുണ്ട്. അപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പിള്ളേരെ കൊണ്ട് പാർക്കിലേക്ക് പോകാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നമുക്ക് വെളിയിലേക്ക് ഇറങ്ങി കളിക്കാനായിട്ടുള്ള സ്ഥലമില്ല. അപ്പോൾ അത് കാരണം പാർക്കിലേക്ക് കൊണ്ടുപോയിട്ടാണ് പിള്ളേരെ കളിപ്പിക്കാറുള്ളത്. സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലൊക്കെ പോവാറുണ്ട്. കാരണം പിള്ളേർക്ക് പാർക്കിൽ പോകുന്ന വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ മഴയുണ്ടായിരുന്നു, മോർണിംഗും കുറച്ച് മഴയുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ വെള്ളം കെട്ടുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്ന് അവിടെ വെള്ളം മൊത്തം ആയിരിക്കുമോ എന്ന് അറിയത്തില്ല. ആയിക്കഴിഞ്ഞാൽ ഒന്നിലും കയറാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ മോൻ ഭയങ്കര സന്തോഷത്തോടെയാണ് പാർക്കിൽ. മോനും മോക്കും ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് പിന്നെ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ റൂമിനുള്ളിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വെളിയിൽ ഇറങ്ങാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ സാറ്റർഡേ സൺഡേ ആയിരിക്കും മെയിനായിട്ട് വെളിയിൽ പോകാനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അല്ലാത്ത ദിവസം വീട്ടിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അത് കാരണം അവൾ അച്ഛൻ്റെ കൈ വിട്ട് അങ്ങനെ ഓടി നടക്കുമായിരുന്നു. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പിന്നെ പാർക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നും കൈ പിടിച്ചില്ലെങ്കിൽ ഓടിക്കളയും, പിന്നെ നമ്മൾ പിറകെ ഓടേണ്ടി വരും. അപ്പോൾ ഇതാണ് അയപ്പാക്കം പാർക്ക്. ഫുള്ള് പച്ചപ്പാണ്, വളരെ മനോഹരമാണ് കാണാനായിട്ട്. അപ്പോൾ ഇപ്പോൾ അടുത്താണ് നിറയെ ചെടികളൊക്കെ കൊണ്ട് വച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഫുള്ള് വെള്ളമാണ്. അപ്പോൾ മോൻ ഓരോ സ്ഥലത്ത് പോയി നോക്കുന്നുണ്ടായിരുന്നു, ഇവിടെ കയറാൻ പറ്റുമോ ഇവിടെ കയറാൻ പറ്റുമെന്ന്. പക്ഷെ എല്ലായിടത്തും വെള്ളമായിരുന്നു. അപ്പോൾ അത് കാരണം അവന് കയറാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അവിടെയൊക്കെ ഓരോന്ന് കണ്ട് ആസ്വദിച്ചിട്ട് നമ്മൾ തിരിച്ചു വരാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ കാണാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മനോഹരമാണ്. കാരണം ഓരോ ശില്പങ്ങളും അതുപോലെ തന്നെ നിറയെ ചെടികൾ എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ തന്നെ ഭയങ്കര മനോഹരമാണ്. അപ്പോൾ സാറ്റർഡേ സൺഡേ എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. അല്ലാത്ത ദിവസങ്ങളിൽ തിരക്ക് കുറവായിരിക്കും. കാരണം എല്ലാവരും സാറ്റർഡേ സൺഡേ ആകുമ്പോൾ പിള്ളേരെയും കൊണ്ട് പാർക്കിൽ വരും. കാരണം ആർക്കും വീട്ടിനുള്ളിൽ സ്പേസ് ഉണ്ടാവില്ല. അത് കാരണം എല്ലാവരും പാർക്കിൽ വന്നിട്ടായിരിക്കും കളിക്കുക. കാരണം അടുത്തടുത്തായിട്ടാണ് എല്ലാം വീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഓരോ ഫ്ലോറാക്കി വെച്ചിട്ട് റെൻറ്റിനാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണം ഒരു സ്ഥലത്തും അധികം പിള്ളേർക്ക് കളിക്കാനായിട്ട് സ്ഥലം ഉണ്ടാവില്ല. ഈ ഐ ലവ് അയപ്പാക്കം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് പേര് വന്നിട്ട് ഫോട്ടോ എടുക്കാറുണ്ട്. കാരണം നല്ലൊരു വ്യൂ ആണ്. നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര മനോഹരമായിരിക്കും. അപ്പോൾ നമ്മൾ ചെല്ലുമ്പം തന്നെ ഒരാൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളും അവിടെ പോയി ഫോട്ടോ എടുത്തു. മോന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരാണ് പറഞ്ഞ അമ്മ വാ നമുക്ക് അവിടെ പോയി ഫോട്ടോ എടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ പോയി ഫോട്ടോ എടുത്തു. പിന്നെ ഈ കാണുന്നത് കണ്ടില്ലേ, ഈ വെള്ളം ഇങ്ങനെ പോകുന്നത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയാണിത് കാണാൻ ഭയങ്കര രസം. കാരണം ഫുള്ള് എല്ലായിടത്തും ലൈറ്റിംഗ് ആണ്. അപ്പോൾ രാത്രി വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് കാണാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 6-6:30 മണിയായിട്ട് ഉണ്ടാവും ഈ സമയത്ത്. മഴ പെയ്ത് ഫുള്ള് നനഞ്ഞ് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് തിരക്ക് കുറവാണ്. അപ്പോൾ അല്ലാത്ത സമയങ്ങളാണെങ്കിൽ ഈ സമയത്തൊക്കെ ഭയങ്കര തിരക്കാണ്, ഭയങ്കര ക്രൗഡായിരിക്കും. ഇൻ കേസ് വൈകിട്ടൊക്കെ മഴ പെയ്യുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഇവിടെ കെട്ടിയിരിക്കുന്ന സ്ഥലത്താണ് വന്ന് നിൽക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ മോള് നോക്കുമ്പോൾ അവിടെ ഒരു പട്ടി കിടക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ അവൾ പെട്ടെന്ന് ആ പട്ടിയെ പിടിക്കാൻ പോയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് പെറ്റ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ വീട്ടിൽ ഉണ്ടായിരുന്നു നാട്ടിലൊരു പൂച്ചക്കുട്ടിയും അതുപോലെ ഒരു പട്ടിക്കുട്ടിയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നാട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് അവൾ ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ അവരും ഈ പട്ടിക്കുട്ടിയായാലും പൂച്ചക്കുട്ടിയായാലും അവളെ പിറകെ തന്നെ ഓടിച്ചെല്ലും, ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കളിക്കുകയൊക്കെ ചെയ്യുക. അത് കാരണം അവൾ ഇവിടെ ചെന്നൈയിൽ വന്നപ്പോൾ ഏത് പട്ടിയെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ നാട്ടിലുണ്ടായിരുന്ന പട്ടിക്കുട്ടിയുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലി എന്നായിരുന്നു. അപ്പോൾ ജൂലി എന്നും പറഞ്ഞിട്ട് ഡോഗ്സിനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിടിക്കാനായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ് അവൾ അച്ഛൻ പെട്ടെന്ന് തന്നെ പിടിച്ചത്. കാരണം അത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടിയല്ലല്ലോ. പിന്നെ ഇവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് എല്ലായിടത്തും ലൈറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലായിടത്തും നിറയെ വെറൈറ്റി ചെടികളൊക്കെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ കണ്ടിരിക്കുന്ന ശില്പങ്ങൾ, അതുപോലെ നിറയെ ശില്പങ്ങൾ ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. പിന്നെ ആകെ പിള്ളേർക്ക് കയറാൻ പറ്റിയതായി ഇതിനകത്ത് മാത്രമാണ്. പിന്നെ അതിൽ കുറച്ച് നേരം നിന്നിട്ട് അവർ പിന്നെ അതിനകത്ത് നിറയും. കാരണം അതിൻ്റെ താഴെയും ചെളിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ അവർക്ക് മടുത്തു. കാരണം ഇതിൽ മാത്രമേ ആകെ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ.
പിന്നെ മോന് പെട്ടെന്ന് തന്നെ വിശപ്പടിച്ചു. കാരണം വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പെട്ടെന്ന് വിശപ്പടിക്കും. അങ്ങനെ ഇപ്പോൾ ഇതിന് വെളിയിൽ തന്നെ നിറയെ ഷോപ്പുകളുണ്ട്. ഇതെന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യാനുള്ള പ്ലേസാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈവനിങ്ങിൽ ഒരുപാട് പേര് വന്ന് എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ പലതരത്തിലുള്ള ഉപകരണങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്തൊക്കെ കയറി എല്ലാവരും എക്സസൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം വെള്ളത്തിലാണ്. അപ്പോൾ അത് കാരണമാണ് ഇവിടെ ആരും വരാതിരിക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ ഇവിടെ തിരക്കാണ്. പിന്നെ അങ്ങനെ നോക്കുമ്പോഴാണ് കരാട്ടെ ക്ലാസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചും പിള്ളേരുണ്ടായിരുന്നു. അപ്പം സാറ് കരാട്ടെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റി. അപ്പോൾ അത് ഞാൻ ശരി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അത് വീഡിയോ എടുത്തു. നോക്കി, ഇതാണ് എൻ്റെ മോന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ലൈഡ്. പക്ഷേ ഇത് ഫുള്ള് വെള്ളമാണ്. അവൻ വീണ്ടും ചുറ്റുമൊക്കെ നോക്കിയിട്ട് കയറാൻ പറ്റുന്നുണ്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ഫുള്ള് വെള്ളമായതുകൊണ്ട് ഞാൻ പറഞ്ഞു, മോനെ അങ്ങോട്ട് പോകണ്ട, ചെളിയാണ്, വന്ന് വീഴുമെന്നുള്ളത്. അപ്പോൾ ഇത് ഫ്രണ്ടിലാണ്, ഇത് എൻട്രൻസിലാണ് ഈ ഒരു ശില്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലും താഴെ ലൈറ്റിംഗ് ആണ്. അവനാകെ മൂടോട്ടായിട്ട് ഇരിക്കുകയാണ്. കാരണം ഒന്നിലും കയറാൻ പറ്റാത്തതുകൊണ്ട് ലാസ്റ്റ് നമ്മളങ്ങനെ തിരിച്ചു പോയി. കാരണം ഇപ്പോൾ മോന് വിശപ്പടിച്ചു. അങ്ങനെ നമ്മൾ അടുത്തുള്ള കടയിൽ പോയിട്ട് ഒരു ഫ്രഞ്ച് ഫ്രൈസാണ് പറഞ്ഞത് കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞത് ഒരെണ്ണം വാങ്ങി രണ്ടുപേരും കൂടി ഭയങ്കര അടിയായിരുന്നു. അങ്ങനെ അത് താഴെ പോയി. പിന്നെ വീണ്ടും ഒന്നും കൂടി പറഞ്ഞിട്ട് അത് രണ്ടായിട്ട് വാങ്ങി രണ്ടുപേർക്കായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ രണ്ടുപേരും ഫ്രഞ്ച് ഫ്രൈസും കഴിച്ചു, വെള്ളമെല്ലാം കുടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് തീർച്ചയായിട്ടും രേഖപ്പെടുത്താം. അപ്പോൾ വീണ്ടും നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ.